നവകേരളം പുതുവഴിയിലെന്നാണ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ വാദം എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളാണ് കേട്ടോ, കോൺവെൻറ്റ്, UP ഹൈസ്കൂള് എല്ലാം കൂടി ഇതാണ്. അപ്പോൾ ഈ റോഡ് നോക്കൂ, അവിടേക്ക് പോകുന്ന ഈ റോഡ് നോക്കൂ, നവകേരളം പുതുവഴിയിലാണോ? നോക്കൂ, കാണൂ. ഓക്കെ, ഇവിടുന്ന് തൊട്ട് തൃശ്ശൂർ റൗണ്ട് വരെ കേട്ടോ, തൃശ്ശൂർ റൗണ്ട് വരെ ഇതാണ് അവസ്ഥ. മനസ്സിലായ? ഈ കല്ലുകളും ചരലുകളുമാണ് അവസ്ഥ. 2 വേ ആയിട്ട് പോകുന്ന റോഡിന് 1 വേക്കുള്ള സ്ഥലം പോലും ഇല്ലാതെ ഒരു പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ടാർ ചെയ്തിട്ടില്ല. ജനങ്ങളുടെ വണ്ടികളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ കെടുക്കുന്നത്. കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാതകൾ പോലും തകർന്നാണ് കെടുക്കുന്നത്. തൃശ്ശൂർ റൗണ്ട് വരെ ഇതാണ് സ്ഥിതി. ഇതാണോ പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടുള്ള നവകേരളം പുതുവഴിയിൽ എന്ന് പറയുന്നത്? ഇത് തകർന്ന വഴികളല്ലേ, ഇതിനെങ്ങനെയാണ് പുതുവഴികളാക്കുന്നത്? നല്ല റോഡുകൾ തകർത്തുകൊണ്ട് പണികൾ ചെയ്യുന്നു എന്ന വ്യാജേന പുതിയ പുതിയ പണികൾ ജനങ്ങളുടെ ടാക്സ് മോശപ്പെട്ട രീതിയിൽ വിനിയോഗിക്കുന്നതിന് തുല്യമല്ലത്. നോക്കൂ, തീർന്നിട്ടില്ല കേട്ടോ. തൃശ്ശൂർ റൗണ്ട് വരെ ഇതാണ് സ്ഥിതി. ഇതെങ്ങനെയാണ് നവകേരളം പുതുവഴിയിലാവുന്നത്? ഇത് നേരത്തെ കണ്ടത് മന്നറ്റ് ലൈനാണ്, സെക്കൻഡ് ഹാർട്ട് കോൺവെൻറ്റ്. ഓക്കെ, നമ്മളുടെ പാലസ് റോഡിനോട് പാരലായിട്ട് കിടക്കുന്ന ഒരു റോഡാണത്. ആ റൂട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ അപകട സ്ഥിതിയാണ്. ഇതൊക്കെ റോഡാണ്. റോഡ് തകർന്നോടുകൂടി ഇവിടെ പാർക്കിംഗ് ആണ്. ആ ലൈൻ കണ്ടോ? ഓക്കെ, ആ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളത് 1 വേ, ഇപ്പുറത്തുള്ളത് 2 വേ ആണ്. അതിൽ 1 വേ മൊത്തം തകർത്തിട്ടിരിക്കുകയാണ്. വണ്ടികളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തകർത്തിട്ടിരിക്കുകയാണ്. ഓക്കെ, കുട്ടികൾ വരുന്ന റോഡാണ്. ഇപ്പോൾ ഈ വളവിക്കൂടെ ഈ ഹെൽമെറ്റ് വയ്ക്കാത്തതിനൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ടല്ലോ. ഈ വളവ് തിരിഞ്ഞു വരുമ്പോൾ ഉള്ള കല്ലുകൾ നോക്ക്, ഉരുളൻ കല്ലുകളാണ്. ഈ ഉരുളൻ കല്ലുകൾ ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കാനായിട്ട് കാരണമാവില്ലേ? ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്നതിന് കാരണമാവില്ലേ? നോക്കൂ, ഇത്രയും അപകട സ്ഥിതിയിൽ തകർന്ന പാതകൾക്ക് എടുക്കുമ്പോഴാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ്? നവകേരളം പുതുവഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ്. നോക്കിക്കോളൂ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഓക്കെ, കണ്ടില്ലേ? ഓട്ടോറിക്ഷയും കാര്യങ്ങളും ഒക്കെ പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ്. ഒരു പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് അത് ടാർ ചെയ്തിട്ട് ഒരു മഴ താണ്ടിയിട്ടില്ല. മനസ്സിലായ? ഉരുളൻ കല്ലുകളാണ് കെടുക്കുന്നത്. ഇതിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആ രീതിയിലുള്ള നിർമ്മിതിയാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നവകേരളത്തിൻ്റെ പുതുവഴികളാണോ തകർന്ന വഴികളാണോ? ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് തൃശ്ശൂർ റൗണ്ടിലെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ മുമ്പ്, മഴ പെയ്യുന്നതിനേക്കാളും മുമ്പ് ടാർ ചെയ്ത പ്ലേസാണ്. അതായത് പൈപ്പ് ലൈൻ എടുത്തിട്ട് ടാർ ചെയ്തൊരു പ്ലേസാണ്. ഈ ടാർ ചെയ്ത പ്ലേസിൽ ഇപ്പോൾ ഉരുളൻ കല്ലുകൾ വീണ്ടും കൊണ്ടുവന്ന് നിറച്ചിട്ടിരിക്കുകയാണ്, വണ്ടികളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ. ഇതാണോ നവകേരളത്തിൻ്റെ പുതുവഴികൾ? ഈ ഉരുളൻ കല്ലുകളിലൂടെയാണോ വണ്ടികൾ പോവേണ്ടത്? 2 വീലേഴ്സിന് അത്രത്തോളം അപകടമുണ്ടാവുന്ന രീതിയിൽ ഈ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ട് നവകേരളത്തിൻ്റെ തകർന്ന വഴികൾ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ പുതുവഴികളാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്